കോഴിക്കോടും മൂവാറ്റുപുഴയിലും തെരുവുനായ ആക്രമണം. നാദാപുരത്ത് തെരുവുനായ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. മൂവാറ്റുപുഴയിൽ കുട്ടികളടക്കം 8 പേർക്കാണ് കടിയേറ്റത്. വിവരങ്ങളുമായി റമീസും സാലി മുഹമ്മദ് ചേരുകയാണ്. അതും കൊച്ചിയിൽ നിന്ന് സാലിയിലേക്ക്. സാലി, കുട്ടികളടക്കം 8 പേർക്കാണ് മൂവാറ്റുപുഴയിൽ തെരുവുനായയുടെ കടിയേറ്റത്. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? മനു, ഇപ്പൊ 10 പേരായി. അല്പം മുമ്പ് നമ്മൾ വാർത്ത നൽകുമ്പോൾ 8 പേരായിരുന്നു. ഇപ്പൊ 2 പേരും കൂടെ, ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്കും ഒരു ബൈക്ക് യാത്രക്കാരനും കൂടെ അല്പം മുമ്പ് കടിയേറ്റു എന്നറിയുന്നു. അപ്പൊ 10 പേരായിട്ടുണ്ട് എണ്ണം. രാവിലെ 9:30 തുടങ്ങിയതാണ് ഇത്. ഒരു തെരുവുനായ കണ്ണിൽ കണ്ടവരെ എല്ലാം ഓടിച്ചിട്ട് കടിക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നഗരസഭയുടെ 5, 6, 8, 9, 10 ഈ 5, 6 വാർഡുകളിലുള്ള നിരവധി പേർക്ക് കടിയേറ്റിട്ടുണ്ട്. ഇപ്പോ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ ആളുകളുടെ എണ്ണമാണ് നമ്മളിപ്പോ 10 എന്ന് പറയുന്നത്. ഇനി ആശുപത്രിയിൽ എത്താത്ത ആരെങ്കിലും ഉണ്ടോ, സ്വന്തമായി ചികിത്സ തേടിയ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതിന്റെ ഒന്നും കണക്ക് കിട്ടിയിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ കണ്ണിൽ കണ്ടവരെ എല്ലാം നായ ഓടിച്ചിട്ട് കടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. രാവിലെ ക്ഷേത്രത്തിൽ പോയി മടങ്ങിയവര്, ഈ മദ്രസയിൽ പോയ കുട്ടികള്, അങ്ങനെ നിരവധി പേർക്ക്. ഒരു ഇതര സംസ്ഥാന തൊഴിലാളി തൊഴിലെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അവിടെ തെരുവുനായ എത്തി കടിച്ചു. നഗര മധ്യത്തിൽ വെച്ചൊരു ബൈക്ക് യാത്രക്കാരനെ ഓടിച്ച് കടിച്ചു. അയാളുടെ കൈക്കും കാലിനും കടിയേറ്റിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഈ പേ പിടിച്ച നായ എന്ന മട്ടിൽ എല്ലാവരെയും കടിക്കായിരുന്നു. ഇനി തെരുവുനായെ കണ്ടെത്തി അതിനെ പരിശോധന നടത്തിയാൽ മാത്രമേ ഈ നായക്ക് പേവിഷബാധയുണ്ടോ ഇതിനെ പിടിക്കാനാവൂ. നീക്കങ്ങൾ തുടങ്ങിയോ? തീർച്ചയായും. അതിന് തൊടുപുഴയിൽ നിന്നും കോട്ടയത്ത് നിന്നും ഈ നായപിടുത്തത്തിൽ പരിശീലനം ലഭിച്ചവരെ നഗരസഭ പ്രത്യേകം എത്തിച്ചിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കടിയേറ്റവർക്കെല്ലാം വിദഗ്ധ ചികിത്സയ്ക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി ആന്റി റാബീസ് വാക്സിൻ ഉൾപ്പെടെ എല്ലാം എത്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കും. അക്കാര്യത്തിൽ ആശങ്ക വേണ്ട എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു ജാഗ്രത വേണം എന്ന് അധികൃതർ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ മൂവാറ്റുപുഴയിലാണ് ഈ 10 പേർക്ക് കടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. നായ റോഡിലൂടെ പോയ ആളുകളെ ഓടിച്ചിട്ട് കടിക്കുന്ന, കുഞ്ഞുങ്ങളടക്കമുള്ളവരെ ഓടിച്ചിട്ട് കടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതേസമയം തന്നെ കോഴിക്കോട് നാദാപുരത്തും തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവിടെ 2 പേർക്കാണ് കടിയേറ്റിരിക്കുന്നത്. റമീസാണ് ചേരുന്നത്. റമീസ്, നാദാപുരത്ത് 2 പേർക്കാണ് നായയുടെ കടിയേറ്റിരിക്കുന്നത്. ഇവരെ ചികിത്സയ്ക്കായി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടോ? മറ്റു കാര്യങ്ങൾ എന്താണ്? മനു, തെരുവുനായയുടെ ആക്രമണം വീണ്ടും നമ്മുടെ നാടുകളിൽ കാരണമായി തുടരുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നാദാപുരത്ത് 2 പേർക്കാണ് നിലവിൽ കടിയേറ്റതായി നമുക്ക് വിവരം കിട്ടിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 മണിയോടെ കനാൽ റോഡിലാണ് സംഭവം ഉണ്ടായത്. കക്കംവള്ളി ഷാദുലി റോഡിലെ ആയിഷു, നാരായണി എന്നിവർക്കാണ് കടിയേറ്റത്. ആയിഷുവിന്റെ 2 കൈകൾക്കും മുഖത്തുമാണ് കടിയേറ്റത്. നാരായണിയുടെ കാലിനും കടിയേറ്റിട്ടുണ്ട്. ഇരുവരും വീടിന്റെ പരിസരത്ത് നിന്ന് നിൽക്കവെയാണ് ആക്രമണം നേരിട്ടത്. 2 പേരെയും നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് സമീപ പ്രദേശങ്ങളിൽ തെരുവുനായയുടെ ആക്രമണം ഈയിടെ വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നേരത്തെ ഒരിടയ്ക്ക് തെരുവുനായയുടെ ആക്രമണം ഒരുപാട് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ പിന്നീട് അതൊന്ന് കുറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും ഇപ്പോൾ മൂവാറ്റുപുഴയിലും ഇപ്പോൾ നാദാപുരത്തും തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. മൂവാറ്റുപുഴയിൽ 8 പേർക്ക്, കുട്ടികൾ ഉൾപ്പെടെ 8 പേർക്ക് നായയുടെ കടിയേറ്റപ്പോൾ നാദാപുരത്ത് 2 പേർക്ക് കടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇവരെല്ലാവരും ആശുപത്രികളിൽ ചികിത്സയിലാണ്.